നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയെ പിടിച്ചുകുലുക്കിയ രേണുകാസ്വാമി കൊലക്കേസിൽ കന്നഡ സിനിമാ സൂപ്പർ താരം ദർശൻ തുഗ്ദീപയും സുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡയും അറസ്റ്റിലാണ്. കേസിൽ രണ്ടാം പ്രതിയാണ് ദർശൻ. പവിത്ര ഗൌഡയാണ് ഒന്നാം പ്രതി. ഇരുവരുടെയും മാനേജർ പവൻ മൂന്നാം പ്രതിയും. കേസിൽ മറ്റു 10 പേരെയും കസ്റ്റഡിയിലുണ്ടെന്നും പോലീസ് അറിയിച്ചു. സിനിമകളിലൂടെ എല്ലാവർക്കും പരിചിതരാണ് ദർശൻ തുഗ്ദീപ. അടുത്ത സുഹൃത്തായ പവിത്രയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ദർശനും പവിത്രയും കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്നാണ് പോലീസ് കരുതുന്നത്. ഈ മാസം 9-നാണ് കാമാക്ഷി പാളയത്തെ ഓടയിൽ രേണുകാസ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച 3 പേർ പോലീസിൽ കീഴടങ്ങിയതോടെയാണ് സംഭവം വെളിപ്പെട്ടത്. ദർശന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങളാണ് കൊല നടത്തിയതെന്നും സാമ്പത്തിക ഇടപാടാണ് കാരണമെന്നും ഇവർ മൊഴി നൽകി. ബാംഗ്ലൂരിലുള്ള ദർശന്റെ ഫാം ഹൌസിൽ വെച്ചാണ് രേണുകാസ്വാമിയെ അടിച്ച് കൊലപ്പെടുത്തിയത്. രേണുകാസ്വാമിയെ തട്ടിക്കൊണ്ടുവന്ന് വിചാരണ നടത്തി കൊലപ്പെടുത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. പുലർച്ചെ 2 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ക്രൂരമായ ചോദ്യം ചെയ്യൽ. മരപ്പലക കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. അതിനു മുൻപ് ഇരുമ്പ് പൈപ്പ് പഴിപ്പിച്ച് കയ്യിലും കാലിലും മാരകമായി പൊള്ളിച്ചു. മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കാമാക്ഷി പാളയത്തെ ഓടയിൽ തള്ളുകയായിരുന്നു. സംഭവത്തിൽ ദർശന് കുരുക്കുമുറുകുന്നു എന്ന വിവരമാണ് ഏതായാലും ഇപ്പോൾ പുറത്തുവരുന്നത്. ദർശന്റെ ജീപ്പ് മൃതദേഹം സൂക്ഷിച്ചെന്ന് കരുതുന്ന ഷെഡിലേക്ക് വരുന്നതും പോകുന്നതും ആയിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 9-ാം തീയതി പുലർച്ചെ 3:30-യോടെയാണ് ഈ വാഹനം അടക്കം 2 വാഹനങ്ങൾ ഷെഡിലേക്ക് വരുന്നത്. എന്തിനാണ് പുലർച്ചെ ഷെഡിലേക്ക് പോയതെന്ന ചോദ്യത്തിന് ആരെയോ പിടിച്ചുകൊണ്ടുവന്നു എന്ന് ഫാൻസ് അസോസിയേഷൻകാർ അറിയിച്ചു എന്നും അത് ആരാണെന്ന് നോക്കാൻ പോയതാണെന്നും എന്നാണ് ദർശന്റെ മറുപടി. 2013-ൽ അഭിനയിച്ച ഛത്രികളു സാർ ഛത്രികളു ആണ് പവിത്രയുടെ ആദ്യ ചിത്രം. 10 വർഷത്തോളമായി ദർശനയും പവിത്രയും അടുത്ത സുഹൃത്തുക്കളാണ്. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോയും പവിത്ര സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ദർശന്റെ ഭാര്യയായ വിജയലക്ഷ്മിയും പവിത്രയും സമൂഹ മാധ്യമത്തിൽ നടത്തിയ വാക്പോരും വാർത്തയായിരുന്നു. സിനിമകളിൽ കരുത്തരായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കയ്യടി നേടിയ കന്നഡ നടൻ ദർശൻ തുഗ്ദീപ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപിൽ പൊട്ടിക്കരയുകയും ഉണ്ടായി. ദർശനും സുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡയും പലവട്ടം മജിസ്ട്രേറ്റിന് മുൻപിൽ പൊട്ടിക്കരഞ്ഞു. ഇരുവരെയും 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. പോലീസുകാർ മോശമായി പെരുമാറിയോ എന്ന് ജഡ്ജി വിശ്വനാഥ് സി ഗൌഡർ ഇവരോട് ആരാഞ്ഞു. ഇല്ലെന്നായിരുന്നു മറുപടി. 10 ദിവസത്തേക്കാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ ചോദിച്ചിരുന്നത്. ജൂൺ 17 വരെ കസ്റ്റഡി തുടരും. അതേസമയം കൊല്ലപ്പെട്ട രേണുകാസ്വാമി നടൻ ദർശൻ തുഗ്ദീപയുടെ കടുത്ത ആരാധകനാണെന്നും പ്രിയ താരത്തിനോടുള്ള അതിര് കവിഞ്ഞ ആരാധന കാരണമാണ് നടി പവിത്ര ഗൌഡയുമായുള്ള സൗഹൃദത്തെ എതിർത്തതെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവന്നു. ഇരുവരെയും ചേർത്ത് അപകീർത്തികരമായ കമന്റുകൾ പോസ്റ്റ് ചെയ്തതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഭാര്യയുമായി അകത്ത് താമസിക്കുന്ന ദർശനുമായി 10 വർഷമായി പവിത്ര ഗൌഡ അടുപ്പത്തിലാണ്. പവിത്രയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റിട്ടും നേരിട്ടും അശ്ലീല സന്ദേശങ്ങൾ അയച്ചും രേണുകാസ്വാമി അപമാനിച്ചതാണ് കൊലപാതക കാരണം. ദർശന്റെ കടുത്ത ആരാധകനായ ഇയാൾ പവിത്രയുമായുള്ള ബന്ധത്തെ രൂക്ഷമായും എതിർത്തിരുന്നു.